ഇപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി MP വയനാട്ടിലേക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് തിരിക്കുന്ന രാഹുൽ ഗാന്ധി വൈകിട്ട് രാത്രിയോടെ തന്നെ കണ്ണൂരിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൽപ്പറ്റയിലേക്ക് നാളെ രാവിലെയോടെ തന്നെ എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബിൾ, ഭാരത് ജോഡോ ന്യായ് യാത്രക്കിടയിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് രാഹുൽ എത്തുന്നത്. വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാട്ടുകാർ. ജനപ്രതിനിധികൾ എവിടെ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും പെട്ടെന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ടൈറ്റ് ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് MLA-മാർ അടക്കമുള്ളവർ അവിടെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. ഇതിനിടയിൽ പല ഘട്ടങ്ങളിലും MP എവിടെ അവിടെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വയനാട്ടിലൂടെ തുടരുന്ന ഈ സാഹചര്യം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെ വയനാട് പോകുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഒരു വശത്ത് ജനങ്ങളുടെ പ്രതിഷേധം നിൽക്കുന്നു, മറുവശത്ത് വന്യജീവികളുടെ ആക്രമണങ്ങൾ നിരന്തരമായി വരുന്നു. ഈ പ്രതിസന്ധിക്കിടയിലാണ് എന്താണ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ വാരണാസിയിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര പര്യടനം പുരോഗമിക്കുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം ഇന്നിപ്പോൾ കണ്ണൂരിൽ വിമാനമിറങ്ങും. ഇന്ന് കണ്ണൂരിൽ താമസിച്ച ശേഷം നാളെ രാവിലെ പുലർച്ചെ തന്നെ വയനാട്ടിലേക്ക് തിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ നിലവിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട വീടുകൾ, അതോടൊപ്പം തന്നെ അത്തരത്തിൽ ആ സ്ഥല വീടുകൾ സന്ദർശിക്കും. അതോടൊപ്പം തന്നെ മറ്റ് അവിടുത്തെ ജനപ്രതിനിധികളുടെ കൂടിക്കാഴ്ച ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുക എന്നടക്കമുള്ള ചോദ്യങ്ങളും എന്താണെങ്കിലും അവശേഷിക്കുകയാണ്. അതായത് വ്യക്തവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു പ്രോഗ്രാം ചാർട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് രാത്രിയോടെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങും എന്ന റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും വയനാട്ടിലെ MP എവിടെയെന്ന ചോദ്യം ഉൾപ്പെടെ നേരത്തെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കുറിച്ച് MP-യുടെ സാന്നിധ്യം അവർ ആവശ്യമാണ് എന്ന വിലയിരുത്തൽ കോൺഗ്രസിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ ഈ ന്യായയാത്രക്കിടയിൽ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പറന്നിറങ്ങുന്നത്. എന്താണെങ്കിലും നിലവിൽ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ പ്രധാനമായും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം തുടരുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ സംരക്ഷണം അതിനൊക്കെ ഒരു രീതിയിൽ തണുപ്പിക്കാൻ ഇവിടെ ഉപകരിക്കും എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഉണ്ട്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി എത്തി ഈ മരിച്ച ആളുകളുടെ വീടുകൾ ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സന്ദർശിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷേ ജില്ലാ കളക്ടർ അടക്കമുള്ളവരായുള്ള കൂടിക്കാഴ്ചകൾക്കും സാധ്യതയുണ്ട്. നോബിൾ, വളരെ പ്രധാനപ്പെട്ട കാര്യം നോബിൾ ചൂണ്ടിക്കാട്ടിയത് MP എവിടെ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് അവശേഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര രൂക്ഷമായ പ്രശ്നത്തിലൂടെ രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവിൻ്റെ മണ്ഡലം കടന്നു പോകുമ്പോഴും MP-യുടെ അസാന്നിധ്യം അവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകൾ ഉൾപ്പെടെ അത് ആവർത്തിച്ചുന്നയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് വലിയ മഹാഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ വയനാട്ടിലെ MLA-മാർക്കെതിരെ ഉൾപ്പെടെ കോൺഗ്രസ് MLA-മാർക്കെതിരെ IC ബാലകൃഷ്ണനും T സിദ്ദിഖിനുമെതിരെ ഉൾപ്പെടെ പോലും പുൽപ്പള്ളിയിൽ പ്രതിഷേധം അണപൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് വനം വകുപ്പിലേക്കോ സംസ്ഥാന സർക്കാരിലേക്കോ മാത്രം പ്രതിഷേധം നിൽക്കുന്നില്ല, എല്ലാ ജനപ്രതിനിധികളിലേക്കും പ്രതിഷേധം വ്യാപിക്കുന്നു എന്നതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ രാഹുലിന്റെ ഈ യാത്ര എന്ന് തന്നെയല്ലേ കരുതാനാവുക? അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഘട്ടത്തിൽ MP എത്തിയില്ലെങ്കിൽ അത് തീർച്ചയായും പൊതുജീവിതമായി തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ ഫിഗറാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്തുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ സ്വന്തം മണ്ഡലം വലിയ പരിസ്ഥിതിയിൽ കടന്നു പോകും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്ന കാലം മുതൽ തന്നെ അത്തരത്തിൽ രാഹുൽ ഗാന്ധി ദേശീയ ഫിഗർ മാത്രമാണ് എന്ന വിലയിരുത്തലിൽ പല കോണുകളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനം MP എവിടെയെന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തു. അപ്പോൾ നാട്ടുകാർക്കിടയിലും അതിനുള്ള ചില അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വളരെ സങ്കീർണമായ ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധി ഇന്ന് വൈകിട്ടോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തും. നാളെ രാവിലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിക്കും എന്നുള്ളതാണ് നോബിൾ മാരിക്കാരൻ ഡൽഹിയിൽ നൽകുന്നത് ഇപ്പോൾ.